ഇതാണ് ആള്. ഇതല്ലേ ഇപ്പോഴത്തെ എന്താ പറയുക സൂപ്പർ വുമൺ അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റും. അല്ലെ ആണായാലും പെണ്ണായാലും സൂപ്പർ സ്റ്റാർ നമുക്ക് പറയാൻ കഴിയും. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഈ നോക്കത്താ ദൂരത്തുനിന്ന് ഒരു സിനിമ ഉണ്ട്. അതില് മോഹൻലാലിന് ഉപയോഗിക്കുന്ന ഒരു കണ്ണാടി നാദിയ മൊയ്തു പറയുന്നുണ്ട്. അത് വെച്ച് കണ്ട വേറെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പൊ അതുപോലുള്ള വല്ലതും വെച്ചാണ് CPM കണ്ടെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ആ ഒരു കണ്ണാടി കൊടുക്കണം. ആരോഗ്യ മേഖല നിലവിൽ എങ്ങനെയുണ്ട് നമ്മുടെ? ഇപ്പം കൂടുതലും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വഴിയില്ല. ആ സമയത്ത് മന്ത്രി ആദ്യ നേരം തന്നെയാണ്, പിന്നീടാണ് അവര് ഇത്രയും അഭിനയം പോലെ തോന്നിയത്. മനസ്സിലാക്കി കളഞ്ഞല്ല. അവരാരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഇതില് കാണാലോ, CCTVയുടെ ഇതിൽ കാണാം. പിന്നെന്തായിരിക്കും മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നത്? മെഡിക്കൽ ബുള്ളറ്റിനിലും അങ്ങനെയല്ലേ പറഞ്ഞേ? ഡോക്ടർമാര് പറഞ്ഞ പരുക്കുണ്ടെന്ന്. ഡോക്ടർമാരാ പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പ് നേരത്തെ ഉള്ള പരുക്കായിരിക്കും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇതാരാ പറയാമോ? വീണ ജോർജ്. ഇതുപോലെ മന്ത്രി ലോകത്തില്ല, നമ്മൾ കണ്ടിട്ടില്ല. വെളി രാജ്യത്തും പോയിട്ടുണ്ട്. ഇതുപോലെ ഒരു മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അടുത്തതൊരു LDF സർക്കാരിന് വരും, അതൊരു മാറ്റം ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്താ ചേച്ചിയുടെ ഒരു ആഗ്രഹം? എങ്ങനെ മാറ്റം വേണോ? മാറ്റം വരണം, എല്ലാവരും മാറി മാറി ഭരിക്കട്ടെ. ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും?